നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ വാരഫലം, ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 29 ബുധനാഴ്ച മുതലുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു ശുഭാശുഭ ഫല ചർച്ച ചെയ്യുമ്പോൾ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. ഇടവൻ രാശിയിൽ ചൊവ്വ, മിഥുനത്തിൽ ബുധൻ, കർക്കിടകത്തിൽ സൂര്യനും വ്യാഴവും, ചിങ്ങത്തിൽ ശുക്രനും കേതുവും, മകരത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ അതെപ്രകാരം ഓരോ രാശിക്കാർക്കും അവരുടെ രാശിക്ക് അനുസൃതമായ ഫലത്തെ, ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ചർച്ചയാണ് നാം ചെയ്യുന്നത്. പുനരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മീനൻ രാശിയിൽ ശനിയുണ്ട്. രാശിയിൽ 3-ൽ ചൊവ്വ, 4-ൽ ബുധൻ, 5-ാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം, 6-ൽ ശുക്രൻ കേതു, 11-ാം ഭാവത്തിൽ ചന്ദ്രൻ, 12-ൽ രാഹു. മീനൻ രാശിക്കാർക്ക് ധാരാളം ശത്രുക്കൾ വരും. കാരണം 6-ൽ ശുക്രനാണ്. സദാ ദാനവ്യജ്ഞേ സുധാസിക്ത ശത്രു വ്യയ ശത്രു വെച്ചാൽ ഉത്തമോത്തോ ഭവേദം, അമൃതിൽ കുളിച്ച ശത്രു, അതിശക്തമായ ശത്രുദോഷം വരും. ഇവിടെ സഹോദരന്മാരായിരിക്കും വലിയ ശത്രുക്കൾ, അല്ലെങ്കിൽ തന്നെ പ്രിയപ്പെട്ട സഹായികളായി. 3-ൽ ചൊവ്വ അത്ര നല്ലതല്ല സഹോദരങ്ങൾ. അതിനാൽ സഹോദരങ്ങൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുക, മാനസികമായി അതിൽ അങ്ങേയറ്റം ക്ലേശങ്ങൾ വരിക, അല്ലെങ്കിൽ സഹോദരങ്ങൾ തന്നെ ധിക്കരിക്കുന്നൊരവസ്ഥ വരിക, തന്നെ പ്രിയപ്പെട്ട സഹായികൾ തനിക്കെതിരെ വരിക. അങ്ങനെയൊരു സമയമാണ്. സഹായികൾ സഹോദരങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ വാരം വളരെ ശ്രദ്ധിക്കണം മീനൻ രാശിക്കാർ. മറ്റെല്ലാ കാര്യത്തിലും ഇവിടെ വ്യാഴം അതിശക്തമായി കർമാധിപനായി മീനൻ രാശിയിലേക്ക് നോക്കുന്നുണ്ട്. രാജയോഗമാണ്. 4-ൽ ബുധനുണ്ട്. ഭൂമി, ദാമ്പത്യം, ഭാര്യാസുഖം ഇതൊക്കെ വളരെ നല്ലതാണ്. 4-ാം ഭാവത്തിൽ ബുധൻ ഒരു ഭദ്രമഹായോഗം ചെയ്ത് നിൽക്കുന്നു. സഹോദര ഗുണം, സഹായികളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കുക. നിർബന്ധമായും ഗണപതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നാളികേരം അടിക്കണം, മുട്ടറക്കൽ ചെയ്യുക. അപ്രകാരം തന്നെ ശത്രുദോഷം മാറാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുസംഹാര കുരുതിയോ ശത്രുമുട്ടോ നാളികേരം കൊണ്ട് ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. സന്താന വിഷയത്തിന് ഏറ്റവും നല്ല സമയമാണ്. സന്താനമതിയായ ചന്ദ്രൻ സന്താന സ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. അതിനാൽ സന്താന വിഷയം, ഗർഭധാരണ വിഷയം, അല്ലെങ്കിൽ അതിനുവേണ്ട IVF തുടങ്ങിയ ചികിത്സകൾക്കൊക്കെ ഫലപ്രദമായി മുന്നോട്ട് നീങ്ങാൻ ഈ വാരം വളരെ അനുകൂലമാണെന്ന് മനസ്സിലാക്കുക. മറ്റെല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങട്ടെ. ഈ ഒരു വാരം വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേൽപ്പറഞ്ഞ ശത്രുദോഷ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. നന്ദി, നമസ്തേ.